ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുഭവനിൽ 40 മണിക്കൂർ ആരാധന സമാപിച്ചു. 40 മണിക്കൂർ ഈശോ പ്രത്യക്ഷീകരണം തന്നു. 40 മണിക്കൂർ സമയം ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പ്രവഹിച്ചുകൊണ്ടിരുന്നു. പരസ്യജീവിതകാലത്ത് ഈശോ സഞ്ചരിക്കുമ്പോൾ ഒരു രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രാഞ്ചലത്തിലൊന്ന് തൊട്ടില്ലേ? അപ്പോൾ ഈശോ പറഞ്ഞു, എന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചിരിക്കുന്നു. ആ ശക്തി ഇന്ന് പലരും അനുഭവിച്ചറിഞ്ഞു. പലർക്കും അനുഭവങ്ങൾ ഉണ്ടായി. പക്ഷെ ഒരു സംശയം, ഈ ദിവ്യകാരുണ്യത്തിലിരിക്കുന്നത് അപ്പമാണോ ഈശോയുടെ ശരീരമാണോ? അത് ഈശോയുടെ ശരീരമാണ്. അത് ഈ അപ്പം എങ്ങനെ ശരീരമാകും? ശരീരം എങ്ങനെ അപ്പമാകും? അത് രൂപാന്തരപ്പെടും. അങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളവനാണ് ഈശോ. 5 അപ്പം അന്ന് പങ്കുവച്ചപ്പോ എത്ര പേരെ കഴിച്ചത്? 5000-ലേറെ എന്നാ കണക്ക്. മിച്ചമോ 12 കുട്ടയിലേറെ. 7 അപ്പം കയ്യിൽ കിട്ടി. ആ അപ്പത്തെ രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞപ്പോ എത്ര പേരെ ഭക്ഷിച്ചത്? 4000 പേര് ഭക്ഷിച്ചു, സമൃദ്ധമായി ഭക്ഷിച്ചു. മിച്ചവും വന്നു. വെള്ളത്തിന് മീതെ ഈശോ നടന്നില്ലേ? പക്ഷെ മനുഷ്യ ശരീരം വെള്ളത്തിന് മീതെ നടന്ന താന്നുപോകും. പക്ഷെ ഈശോയുടെ ശരീരം താഴ്ന്നില്ല. ഇപ്പൊ വെള്ളത്തിൽ താഴ്ന്നു പോകാത്ത രീതിയിൽ ശരീരത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നവനാണ് ഈശോ. അപ്പത്തെ രൂപാന്തരപ്പെടുത്തി വർദ്ധിപ്പിച്ചു, ശരീരത്തെ രൂപാന്തരപ്പെടുത്തി വെള്ളത്തിന് മേൽ നടക്കാവുന്ന രീതിയിലായി. അങ്ങനെ അപ്പത്തെയും വെള്ളത്തെയും ശരീരത്തെയും ഒക്കെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നവനാണെങ്കിൽ ഈ അപ്പം ശരീരമാകാനും ശരീരം അപ്പമാകാനും അസാധ്യമാണോ? അല്ല, അതിന് സാധ്യമാവുന്നവനാണ് ഈശോ. നമുക്കവനെ ആരാധിക്കാം. ആമേൻ.